മസ്തകത്തിൽ പരിക്കേറ്റ ആനയെ കണ്ടെത്തി മയക്കുവെടി വെച്ചു. ആന നിലത്തേക്ക് വീണു. അതിരപ്പള്ളിയിൽ മസ്തകത്തിന് പരിക്കേറ്റ കൊമ്പനെ കണ്ടെത്തി മയക്കുവെടി വെച്ചു. 7:15 ആനയെ മയക്കുവെടി വെച്ചത്. പിന്നാലെ 15 മിനിറ്റിനുള്ളിൽ ആന നിലത്തേക്ക് വീണു. പരിക്കേറ്റ് അവശനിലയിലുള്ള ആന മയക്കുവെടിയേറ്റ് നിലത്തേക്ക് വീണത് ആശങ്കയുണ്ടാക്കുന്നു. ഡോക്ടർ അരുൺ സക്കറിയ അടക്കം 25 അംഗ സംഘമാണ് ദൗത്യത്തിനുള്ളത്. വെറ്റിലപ്പാറ പുഴയോട് ചേർന്ന 14-ാം ബ്ലോക്കിലായിരുന്നു ആനയുണ്ടായിരുന്നത്. ആനയെ കോടനാട് അഭയാരണ്യത്തിലെത്തിച്ച് ചികിത്സ നൽകുകയെന്ന സങ്കീർണമായ ദൗത്യമാണ് ഇനി വനംവകുപ്പിന് മുന്നിലുള്ളത്. മയങ്ങിയ ശേഷം ആനയെ സുരക്ഷിതമായി കോടനാട് അഭയാരണ്യത്തിൽ എത്തിക്കാനാണ് ശ്രമം. ആനക്കൂടിന്റെ പണി പൂർത്തിയായിട്ടുണ്ട്. എലിഫന്റ് ആംബുലൻസും ഇന്നലെ രാത്രിയോടെ സജ്ജമായി. പരിക്കേറ്റ ആനയുടെ ആരോഗ്യസ്ഥിതി മോശമായതിനാൽ 1 മാസത്തിനുള്ളിൽ വീണ്ടും മയക്കുവെടി വെക്കുന്നതിൽ ആശങ്കയുണ്ടെന്ന് ഡോക്ടറും വനംവകുപ്പും അറിയിച്ചിരുന്നു. കൂടാതെ കോടനാട് എത്തിച്ചാലും മസ്തകത്തിലുള്ള പരിക്കായതിനാൽ കൂട്ടിൽ കയറ്റി കഴിഞ്ഞ് തലകൊണ്ട് മരത്തടിയിൽ ഇടിച്ചാൽ പരിക്ക് ഗുരുതരമാകുമെന്നും സംശയമുണ്ട്. അതേസമയം മയക്കുവെടി വെച്ചതിന് പിന്നാലെ ആന മയങ്ങി വീണത് ആശങ്കയ്ക്ക് ഇടയാക്കിയിരിക്കുകയാണ്. ആന എഴുന്നേറ്റ് നിന്നാൽ മാത്രമേ കുങ്കിയാനകളുടെ സഹായത്തോടെ വാഹനത്തിൽ കയറ്റാൻ സാധിക്കൂ. വെറ്റിനറി ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിലുള്ള സംഘം ആനയെ പരിശോധിച്ചു വരികയാണ്. ആനയുടെ മസ്തകത്തിനേറ്റ മുറിവിൽ ആരോഗ്യ വിദഗ്ധർ മരുന്ന് വെച്ച് നൽകി. ദേഹത്ത് വെള്ളം ഒഴിച്ച് തണുപ്പിച്ച് ആനയെ എഴുന്നേൽപ്പിക്കാനുള്ള ശ്രമം തുടരുകയാണ്. ആനയ്ക്ക് ചുറ്റും കുങ്കിയാനകൾ നിലയുറപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മാസമായിരുന്നു മസ്തകത്തിൽ പരിക്കേറ്റ നിലയിൽ ആനയെ വനത്തിനുള്ളിൽ കണ്ടെത്തിയത്. ആനയുടെ മസ്തകത്തിലേറ്റ മുറിവ് മറ്റാനകളുമായി സംഘർഷത്തിൽ പറ്റിയതാകാം എന്നായിരുന്നു നിഗമനം. മുറിവ് മസ്തകത്തിലായത് പരിഗണിച്ച് വിദഗ്ധ സംഘത്തിന്റെ പരിശോധനയ്ക്ക് കാട്ടാനയെ വിധേയമാക്കിയിരുന്നു. മുറിവേറ്റ ആനയുടെ ആരോഗ്യം അല്പം മോശമാണെന്ന് കഴിഞ്ഞ ദിവസം ഡോക്ടർ അരുൺ സക്രിയ വ്യക്തമാക്കിയിരുന്നു. ആനയുടെ മസ്തകത്തിലെ മുറിവ് ദിനം പ്രതി വലുതായി വരുന്നത് ആശങ്കയ്ക്ക് ഇടയാക്കിയിരുന്നു.